തജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു വമ്പൻ സൈനിക എയർപോർട്ട് ഉണ്ട്. ആ തജിക്കിസ്ഥാനിന്റെ മുകളിലുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. ഈ കിർഗിസ്ഥാനിൽ ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനായി എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കിർഗിസ്ഥാനിലെ ഭീകര സൈന്യവുമായി ഇന്ത്യ സംയുക്തമായി ചേർന്ന ഒരു സൈനിക അഭ്യാസം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ കിർഗിസ്ഥാൻ പ്രത്യേക സേന സംയുക്ത അഭ്യാസമായിട്ടുള്ള ഖഞ്ചർ അതിന്റെ 12ാമത് പതിപ്പ് മാർച്ച് 10 മുതൽ 23 വരെ കിർഗിസ്ഥാനിൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വെറും ഒരു സൈനികാഭ്യാസമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ കാൽപ്പാടുകൾ അടിവരയിടുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള ശക്തി അഭ്യാസമാണ് ഇത് എന്നുള്ളതാണ്. പ്രധാനമായും കിർഗിസ്ഥാന്റെ വലിയൊരു അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ആ ചൈനയുടെ അതിർത്തിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യക്ക് ചുറ്റും പവിഴമാല തീർക്കുമ്പോൾ ചൈനയ്ക്ക് ചുറ്റും ഇന്ത്യ വളയുകയാണ് എന്നുള്ള മറ്റൊരു റിപ്പോർട്ടും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഉയരത്തിലുള്ള പോരാട്ടം, നിലവാരത്തിലുള്ള പോരാട്ടം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം, പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ പ്രാഥമിക ശ്രദ്ധാകേന്ദ്രമാക്കി സങ്കല്പിക്കാവുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അവിടെ പരിശീലനം നടത്താനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഏത് ടെറൈനിലും ഇന്ത്യൻ സൈന്യത്തിന് അതിഭീകരമായി പോരാടാനായി സാധിക്കും. അതായത് മലനിരകളാണ് ഉദ്ദേശിച്ചത്. ചൈനയ്ക്ക് പോലും മലനിരകളിൽ ചൈനീസ് സൈന്യം കിതയ്ക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം അവിടെ കുതിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും മികച്ച സൈനികരെയാണ് ഇതിനായി അയക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. 2011 ഒരു ഉഭയകക്ഷി സൈനികാഭ്യാസമായി ആരംഭിച്ചത് ഇപ്പോൾ ഇന്ത്യയും കിർഗിസ്ഥാനിൽ മാറി മാറി നടത്തി വരുന്ന വാർഷിക സൈനികാഭ്യാസമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ പാരാ SF കിർഗിസ്ഥാനിലെ സ്കോർപ്പിയൻ ബ്രിഗേഡിനെ നേരിടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യയിലെ അതിഭീകരമായിട്ടുള്ള സൈനികരാണ് പാരാ SF എന്ന് പറയുന്നത്. ഇവർ കിർഗിസ്ഥാനിലെ അതിക്രൂരമായിട്ടുള്ള, അതായത് വളരെ നിഷ്ഠൂരമായ സൈനിക സേവനത്തിൽ ഏർപ്പെടാൻ പ്രാപ്തരായിട്ടുള്ള ഈ കിർഗിസ്ഥാനിലെ സ്കോർപ്പിയൻ ബ്രിഗേഡിനെയാണ് നേരിടാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് സൈനികരിൽ പല തരത്തിലുണ്ട്. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാത്ത സൈനിക വിഭാഗമാണ് ഈ പാരാ SF എന്ന് പറയുന്നത്. അവർ സമാനമായ കിർഗിസ്ഥാനിലെ സ്കോർപ്പിയൻ ബ്രിഗേഡിനെ നേരിടാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രഹസ്യ പ്രവർത്തനങ്ങൾ, കലാപതന്ത്രങ്ങൾ, ക്രൂരമായ പോരാട്ട വൈദഗ്ധ്യം എന്നിവയെ ഭയപ്പെടുന്ന ഒരു എലൈറ്റ് സ്പെഷ്യൽ യൂണിറ്റാണ് അവിടെ രൂപീകരിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. സ്കോർപ്പിയോൺ സ്പെറ്റ്സ്നാസ് എന്നറിയപ്പെടുന്ന സ്കോർപ്പിയോൺ 25ാമത് സ്പെഷ്യൽ ഫോഴ്സ് ബ്രിഗേഡ് കിർഗിസ്ഥാനിലെ ഏറ്റവും മാരകമായിട്ടുള്ള സൈനിക യൂണിറ്റുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യയിലെ റയാസൻ ഗാർഡിയൻ ഹയർ എയർബോൺ കമാൻഡ് സ്കൂളിൽ പരിശീലനം നേടിയ ഈ സൈനികർ റഷ്യൻ US ആർമി ഇൻസ്ട്രക്ടർമാരുടെ കീഴിൽ വിപുലമായ പരിശീലനവും നേടിയിട്ടുണ്ട്. വ്യോമ ദൗത്യങ്ങൾ, നേരിട്ടുള്ള ആക്ഷൻ റെയ്ഡുകൾ, ക്ലോസ് ക്വാർട്ടേഴ്സ് പോരാട്ടം എന്നിവയിൽ അവരുടെ വൈദഗ്ധ്യം അവരുടെ ഒരു ശക്തമായ സേനയാക്കി മാറ്റുന്നു. ഖഞ്ചർ എന്ന് പറയുന്ന ഈ സൈനിക പോരാട്ടം തീവ്രമായ വെല്ലുവിളികളെ നേരിടാനുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പർവ്വത നിരകളിലെ യുദ്ധ പോരാട്ടമാണ് ഇതിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു അഭ്യാസം എന്ന് പറയുന്നത്. പരിശീലന ഷെഡ്യൂളുകളിൽ ഒന്ന് ഇതാണ്. സ്നൈപ്പിങ്ങും കൃത്യമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയും ഒന്ന് പരിശീലനം. സങ്കീർണമായ നിർമ്മാണ ഇടപെടൽ, ബന്ദികളെ രക്ഷിക്കൽ, കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് 2ാമത്തെ സൈനിക അഭ്യാസത്തിൽ ഉൾപ്പെടുന്നത്. പർവ്വത യുദ്ധവും അതിജീവന വൈദഗ്ധ്യവുമാണ് 3ാമത് ഉൾപ്പെടുന്നത്. വിപുലമായ തീവ്രവാദ വിരുദ്ധ പരിശീലനങ്ങളാണ് 4ാമത് ഉൾപ്പെടുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിശീലനമാണ് ഇന്ത്യയും ഇപ്പോൾ അതിമാരകമായിട്ടുള്ള കിർഗിസ്ഥാൻ സൈന്യവും തമ്മിൽ നടത്താൻ പോകുന്നത്. ഇത് ചൈനയ്ക്ക് വളരെ വലിയ വെല്ലുവിളിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.